ഒരു വിൽപത്രം, അതില് 3 മക്കളുണ്ടെന്ന് ഇരിക്കട്ടെ. 3 മക്കൾക്ക് 2 മക്കൾക്ക് ഒന്നും കൊടുക്കാതിരിക്കും, 3-ാം മോന് മുഴുവനായി കൊടുക്കുകയും ചെയ്താൽ ആ വിൽപത്രം വളരെ അൺഫെയർ ആയിട്ട് പുറത്തുള്ള ഒരാൾക്ക് തോന്നും, പുറത്തുള്ള ഒരു ജഡ്ജിക്ക് തോന്നും, അല്ലേ? പക്ഷേ ഒരു ജഡ്ജ് നോക്കുമ്പോൾ വിൽപത്രത്തിൽ 3 പേരിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് അയാൾ കോടതിയിൽ പോയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ജഡ്ജ് ഒരു വിൽപത്രം നോക്കുമ്പോൾ അതിലെ അൺഫെയർനെസ്സോ ഫെയർനെസ്സോ അല്ല ജഡ്ജി നോക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു മോന് മാത്രമായിട്ട് മുഴുവൻ സ്വത്തുക്കളും കൊടുത്തു എന്നിരിക്കട്ടെ വിൽപത്രത്തിൽ. അപ്പൊ ജഡ്ജി നോക്കുമ്പോൾ ഈ എഴുതിയ അച്ഛൻ, വിൽപത്രം എഴുതിയ അച്ഛൻ അവസാന കാലം മുഴുവൻ 15 കൊല്ലത്തോളം ഈ മോന്റെ കീഴിലാണ് കഴിഞ്ഞത്, ആ മോന്റെ വീട്ടിലാണ് കഴിഞ്ഞത്. അസുഖബാധിതനായിരുന്നു, മകൻ ആയിരുന്നു പൂർണ്ണമായിട്ടും അച്ഛനെ നോക്കിയിരുന്നത്. അപ്പോൾ ജഡ്ജി നോക്കുമ്പോൾ ഈ അച്ഛന്റെ മനസ്സിലൂടെ ജഡ്ജി കാണാൻ ശ്രമിക്കുന്നു, ഈ എന്നെ ഇപ്പൊ നോക്കുന്ന മോന് സാമ്പത്തികമായി വളരെ മോശമാണ്, അവനാണ് എന്നെ നോക്കുന്നതും, മറ്റ് 2 മക്കൾ അവർ വിദേശത്താണ്, അവരെ ഞാൻ വളർത്തി വലുതാക്കി സമ്മതിച്ചു, പക്ഷേ അവർക്ക് സാമ്പത്തികമായി യാതൊരു ഇതിന്റെ ആവശ്യമില്ല. 1, 2 അവരിങ്ങോട്ട് വരുന്നേ ഇല്ല, വല്ലപ്പോഴും വിളിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഈ അച്ഛന്റെ മനസ്സിൽ ഈ മോന് മുഴുവൻ കൊടുക്കണം എന്നൊരു തോന്നുകയും, തോന്നലാവാം, ലോജിക്കലായിട്ടുള്ള ചിന്തയാവാം, ഇമോഷൻ ആവാം, ഏത് രീതിയിലും ആവാം, ആ ചിന്ത വിൽപത്രത്തിലേക്ക് പകർത്തുകയും ചെയ്യുകയാണ്, അതാണ് ചെയ്തത് എന്ന് ജഡ്ജിക്ക് പൂർണ്ണമായി ബോധ്യമാവും. ഇന്ന കാരണങ്ങൾ കൊണ്ട് എന്ന് ജഡ്ജിക്ക് ബോധ്യമായാൽ അപ്പോ ആ വിൽപത്രം സാധുവാകുന്നു. ഈ വിൽപത്രം ശരിയല്ല, ഇത് അൺഫെയർ ആണെന്ന് പറഞ്ഞ് കൊടുത്ത കേസ് തള്ളിപ്പോവും, പെറ്റീഷൻ ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞ് വൃത്തിയായിട്ട് എഴുതി തരും. അതിന് കാരണം ഈ വിൽപത്രങ്ങളിലെ അൺഫെയർനെസ്സോ ഫെയർനെസ്സോ അല്ല, ഇന്റൻഷൻ ഓഫ് ദി റൈറ്റർ, എഴുതിയ ആളുടെ മനസ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അയാളുടെ ആഗ്രഹം എന്താണ് ഉദ്ദേശിക്കുന്നത്, അതെന്താണ് അയാൾ എഴുതി വെച്ചത്, എന്തായിരുന്നു മനസ്സിൽ എന്നതാണ് ജഡ്ജി കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫെയർനെസ്സോ അൺഫെയർനെസ്സോ അല്ല, ആഗ്രഹം, ഉദ്ദേശം, അതാണ് ജഡ്ജി നോക്കുന്നത്.